നമുക്ക് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ നടൻ ശ്രീനിവാസന് ഓർമ്മയായി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്ന. ലോകമെമ്പാടും താമസിക്കുന്ന മലയാളികൾക്ക് അത്യന്തം ഷോക്ക് പകരുന്ന വാർത്തയാണ്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ്. എനിക്കറിയില്ല നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെ വിശേഷിപ്പിക്കണം. അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിപ്രഭാവമായിരുന്നു ശ്രീനിവാസൻ. നാടോടിക്കാറ്റിലെ ദാസനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സന്ദേശം എന്ന സിനിമയിലെ പ്രഭാകരനെ ഓർമ്മയുണ്ടാകും, കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ബാർബ ബാലനെ നമുക്ക് മറക്കാനാകുമോ, അറബിക്കഥയിലെ ക്യൂബ മുകുന്ദൻ, ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ, അങ്ങനെ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത എത്ര വേഷങ്ങൾ കെട്ടിയാടിയ, ഫലിതത്തിന് പുതിയ തലങ്ങൾ നൽകിയ, ഹാസ്യവേഷങ്ങൾക്ക് പുതിയ ഭാവക്രമീകരണങ്ങൾ നൽകിയ, സ്വഭാവ റോളുകൾക്കും നായക വേഷങ്ങൾക്കും പുതിയൊരു തൻ്റെ ഭാവുകത്വ പരിണാമം പോലെ മറ്റൊരു വേഷപ്പകർച്ച നൽകിയ ശ്രീനിവാസൻ എന്ന വലിയ നടനാണ് വിടവാങ്ങിയിരിക്കുന്നത്. കണ്ണൂരിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. പാട്യം എന്ന ഗ്രാമത്തിൽ അധ്യാപകനും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്ന ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും മകനായി 56-ലാണ് ശ്രീനിവാസൻ ജനിക്കുന്നത്. അദ്ദേഹം എക്കണോമിക്സിലാണ് അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കിയത്. 1977 മദ്രാസ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടയാറിലെത്തി അദ്ദേഹം ഡിപ്ലോമ നേടിയെന്ന് പ്രശസ്ത നടൻ രജനീകാന്തൊക്കെ അദ്ദേഹത്തോടൊപ്പം അവിടെ പഠിച്ചിരുന്നു. അതൊക്കെ എപ്പോഴും അദ്ദേഹം ഓർമ്മിക്കുമായിരുന്നു. തൻ്റെ രൂപസൗകുമാര്യമൊന്നുമല്ല മലയാള സിനിമയ്ക്ക് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ ശ്രീനിവാസൻ്റെ പടയോട്ടം മലയാള സിനിമാ ചരിത്രത്തിൻ്റെ ഭാഗമായി. 1976 P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ ശ്രീനിവാസൻ അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യകാലത്ത് ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടി. പഞ്ചവടി പാലം പോലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ആ ചെറിയ വേഷത്തിലൂടെ വലിപ്പമുള്ള വലിയൊരു ലോകം വരാൻ പോകുന്നു എന്ന കാര്യം, എന്ന യാഥാർത്ഥ്യം ശ്രീനിവാസൻ കുട്ടിഘോഷിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് പോലും പ്രവർത്തിച്ചിട്ടുള്ള ശ്രീനിവാസൻ ചെന്നു ചേരാത്ത മേഖലകളില്ല സിനിമയിൽ. ശ്രീനിവാസൻ എന്ന കലാകാരൻ്റെ പ്രതിഭ പൂർണ്ണമായും നമുക്ക് മനസ്സിലായി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ മാത്രമേ, തിരക്കഥയിലായിരുന്നു. 84 പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടായിരുന്നു ശ്രീനിവാസൻ്റെ അരങ്ങേറ്റം. യഥാർത്ഥത്തിൽ പ്രിയദർശൻ്റെ സെറ്റിലെത്തിയ ശ്രീനിവാസനോട് നിങ്ങൾക്ക് അഭിനയിക്കണോ എന്ന് ചോദിച്ചു. എനിക്ക് അഭിനയിക്കാൻ വന്നതാണ്, നിങ്ങൾക്ക് തിരക്കഥ എഴുതാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല, തിരക്കഥ ഇല്ല ഇവിടെ, പിന്നെ എങ്ങനെയാണ് അഭിനയിക്കുക, വേണമെങ്കിൽ ഒരു തിരക്കഥ എഴുതിക്കൊണ്ടുവാ എന്ന് പ്രിയദർശൻ പറയുകയും തദ്വാര അദ്ദേഹം ഒരു തിരക്കഥ എഴുതാൻ ശ്രമം നടത്തുകയും ഓടരുതമ്മ ആളറിയാമെന്ന സിനിമ രൂപപ്പെടുകയുമായിരുന്നു. പിന്നീട് ഒരു കാലത്ത് സിബി മലയിൽ ഞങ്ങളുടെ തന്നെ മേലില എന്ന ഗ്രാമത്തിൽ ചിത്രീകരിച്ച മുത്താരംകുന്ന് പിയോ എന്ന സിനിമയിൽ അദ്ദേഹം തിരക്കഥ എഴുതാനെത്തി. ജഗദീഷിൻ്റെ കഥയ്ക്കാണ് അന്ന് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയത്. സത്യൻ അന്തിക്കാട് ശ്രീനിവാസനെ ഒപ്പം ചേർക്കുന്നത് വലിയൊരു ചരിത്രമായി മാറി. സത്യൻ അന്തിക്കാട് ശ്രീനിവാസന് കൂട്ടുകെട്ട് പിന്നീട് സിനിമയിൽ ഉണ്ടാക്കിയത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളാണ്. സന്ദേശം, നാടുടിക്കാറ്റ്, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, വരവേൽപ്പ്, തലയണ മന്ത്രം തുടങ്ങി ചിത്രങ്ങൾ കേട്ടാൽ തന്നെ ശ്രീനിവാസൻ്റെ പ്രതിഭ എവിടെ നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ നർമ്മത്തിൻ്റെ സാധ്യതകൾ എവിടെയാണ്, അദ്ദേഹം അവതരിപ്പിച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിൻ്റെ മഹിമ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ജയാപജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു പാഠപുസ്തകമാണ് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന ചിത്രം. സംവിധായകൻ്റെ കുപ്പായത്തിലും ശ്രീനിവാസൻ സൂപ്പർ ഹിറ്റായി മാറി. അപകർഷതാബോധമുള്ളൊരു ഭർത്താവിൻ്റെ കഥ പറഞ്ഞ വടക്കു നോക്കി യന്ത്രം നമ്മൾ ഒരിക്കലും മറക്കില്ല. അത് മലയാളത്തിൻ്റെ ക്ലാസിക്കുകളിൽ ഒന്നാണ്. ഒരു ഗ്രാമീണൻ്റെ സാമൂഹിക കാഴ്ചപ്പാടുകളെ ഹാസ്യത്തിൻ്റെ അകമ്പടിയോട് അവതരിപ്പിച്ച ചിന്താവിഷ്ടയായ ശ്യാമള അപൂർവമായ അനുഭവമായി. മികച്ച സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച തിരക്കഥയ്ക്കുള്ള 6 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, എങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ശ്രീനിവാസനെ തേടിയിട്ടുണ്ട്. പുരസ്കാരങ്ങളോടൊക്കെ തന്നെ ഫലിതബോധത്തോടെ പ്രതികരിക്കുന്ന ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞു, തനിക്കൊരു സംസ്ഥാന അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പം വല്ലാത്തൊരു ഇരുട്ടടിയായി പോയി എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരാളാണ് ശ്രീനിവാസൻ. വിമല ശ്രീനിവാസനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന വിനീത് ശ്രീനിവാസനും താൻ ശ്രീനിവാസനും അദ്ദേഹത്തിൻ്റെ മക്കളാണ്. മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാനില്ലാത്ത ഒരു അതുല്യ പ്രതിഭയുടെ വിയോഗത്തിനാണ് ഈ പ്രഭാതം സാക്ഷ്യം വഹിക്കുന്നത്. എന്നെപ്പോലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. ഒരിക്കലെങ്കിലും നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചാട്ടുളി പോലെ തറഞ്ഞു കയറിയ ചില ഫലിതങ്ങൾ നമ്മുടെ നെഞ്ചിൽ ബാക്കിയാകും. ശ്രീനിവാസന് ആദരാഞ്ജലികൾ. എൻ്റെ മാത്രമല്ല, 24-ൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെയും ആദരാഞ്ജലികൾ നേരുന്നു. നമുക്കിത് തീരാത്ത നഷ്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.